കേരളത്തിലെ പോലീസും അന്വേഷണ സംവിധാനങ്ങളുമൊക്കെ മെറിറ്റ് അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ തീരുമാനിക്കാറുള്ളത്, ഏതെങ്കിലും ഊഹാപോഹത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല. അപ്പോൾ ഏതെങ്കിലും വസ്തുതകളുണ്ടെങ്കിൽ ആ വസ്തുതകളുടെ പിന്നാലെ സാധാരണ അന്വേഷണ ഏജൻസികൾ പോകാറുണ്ട്. പുറത്തു വന്നിട്ടില്ലെങ്കിൽ ഉണ്ടാകില്ല എന്ന് കണ്ടോളൂ, അത്രയേ ഉള്ളൂ. എനിക്കറിയില്ല അതിനെപ്പറ്റി. എനിക്കൊക്കെ ശുപാർശ തരേണ്ട കാര്യമില്ലല്ലോ, ഞാനല്ലല്ലോ കേസെടുക്കുന്നത്. എനിക്കത് അങ്ങനെ ഒരു ശുപാർശ നൽകേണ്ട കാര്യം വരുന്നില്ല. അല്ല, അതുമായി ബന്ധപ്പെട്ട് ആർക്കാണ് വീഴ്ച എന്നല്ലേ കാണേണ്ടത്. ആ വീഴ്ച കണ്ടാലല്ലേ നടപടി എടുക്കാൻ പറ്റും. അങ്ങനെ ഏതെങ്കിലും ഒരു റിപ്പോർട്ട് ഇതേവരെ വന്നിട്ടില്ല, അതല്ലേ വസ്തുത. അതെ, അതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടുകൾ കൃത്യമായി വന്നാലുള്ള നടപടിയാണ് ഒരു പ്രശ്നം മാത്രമേ വരുന്നുള്ളൂ. അങ്ങനെ ഒരു റിപ്പോർട്ടില്ല. PM ശ്രീ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ നമ്മുടെ സംസ്ഥാനത്ത് നടപ്പാക്കേണ്ട ഒരു പദ്ധതിയായി വേണ്ടൊരു പദ്ധതിയാണ്. പക്ഷേ ഒരു വ്യവസ്ഥ നമുക്ക് അംഗീകരിക്കാൻ വിഷമമുണ്ട്, അതാണ് പ്രശ്നം. ആ വ്യവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്താകെ നടപ്പാക്കുന്ന NEP, ന്യൂ എഡ്യൂക്കേഷൻ പോളിസി, അത് നടപ്പാക്കണം എന്ന് കേന്ദ്രം നിർബന്ധിക്കുകയാണ്. അത് നമുക്ക് നടപ്പാക്കാൻ സാധിക്കുന്ന കാര്യമല്ല. ആ കാര്യത്തിൽ തടസ്സങ്ങളുണ്ട്, അതാണ് പ്രശ്നം. ആ പ്രശ്നം ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ടതാണ്. ഇന്നിപ്പോൾ ഹൈക്കോടതി SFIO അന്വേഷണത്തിൽ അത് തൽക്കാലം വേണ്ടതില്ല, 2 മാസത്തേക്ക് സ്റ്റേ ചെയ്തുകൊണ്ടുള്ള ഒരു ഉത്തരവ് കേരള ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. താങ്കളുടെ മകൾ കൂടി ആ കുറ്റപത്രത്തിൽ ഉള്ളതാണ്. ആ തലത്തിൽ താങ്കൾക്ക് ആശ്വാസമുള്ള ഒരു വിധിയാണോ? നിങ്ങളുണ്ടല്ലോ ഈ അസംബന്ധം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എഴുന്നള്ളിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് കേട്ടോ. അതിനു വേണ്ടി അധികം സമയം കളയണ്ട. എനിക്കിഷ്ടം വേണ്ടേ വേണ്ടത്, ഇപ്പൊ ഇഷ്ടമല്ലേ വേണ്ടത്. വെറും ഇത്തരമൊരു കാര്യം പറയാൻ വേണ്ടി മാത്രമായിട്ട് അവസരം എടുക്കരുത് കേട്ടോ. അത് അസംബന്ധമായതുകൊണ്ട് തന്നെ, അസംബന്ധത്തിന്റെ ശീലക്കാരനാണല്ലോ നിങ്ങൾ. അതുകൊണ്ട് തന്നെ അതെ 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 ആ ശീലം കൊണ്ടൊരു പത്രപ്രവർത്തകനായിട്ടിരിക്കരുതെന്നാണ് ഞാൻ പറയുന്നത്. അത്തരമൊരു ശീലവും കൊണ്ട് പത്രപ്രവർത്തകനായിട്ടിരിക്കരുത്. അത് മനസ്സിലാക്കാൻ ആദ്യം തയ്യാറാകണം കേട്ടോ. ഏത് എല്ലാ കോടതിയുടെ മുന്നിൽ വരുന്ന കാര്യങ്ങളിൽ കോടതി നിലപാടുകൾ എടുക്കുമല്ലോ. ആ നിലപാടുകൾ എടുക്കുന്നതിൽ എന്താ പ്രശ്നം? നമ്മൾ ഏതെല്ലാം കോടതികളുടെ നിലപാടുകൾ നേരിട്ടിരിക്കുന്നു, അത് സ്വാഭാവികമായിട്ട് വരുന്ന കാര്യമല്ലേ. അത് വരട്ടെ. അതല്ലൊരു അങ്ങേയറ്റത്തെ അപക്വമായ മനസ്സുകളുടെ ജൽപ്പനങ്ങളായിട്ട് മാത്രമേ കാണേണ്ടതായിട്ടുള്ളൂ. ഈ ദിവ്യ അയ്യർ എന്ന് പറയുന്ന IAS ഉദ്യോഗസ്ഥ സർക്കാർ ലെവലിൽ പ്രവർത്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥ. അവർ സാധാരണഗതിയിൽ അവർക്ക് തോന്നിയൊരു കാര്യം പരസ്യമായി പ്രതികരിക്കുന്നു. പക്ഷേ ഇവരൊക്കെ കാണുന്നത് എന്താണെന്ന് പറഞ്ഞാൽ അവിടെയാണ് ഈ പുരുഷ മേധാവിത്വത്തിൻ്റെ അങ്ങേയറ്റത്തെ വശം വരുന്നത്. അവരുടെ ഭർത്താവിൻ്റെ രാഷ്ട്രീയം മാത്രമാണ് അവർ കാണുന്നത്. ആ രാഷ്ട്രീയത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിലപാടും സ്വീകരിക്കാൻ പാടില്ലല്ലോ എന്നാണ് ഈ പുരുഷ മേധാവിത്വത്തിൻ്റെ ഭാഗമായിട്ടൊരു ചിന്ത വരുന്നത്. ആ ചിന്തയുടെ ഭാഗമായിട്ടാണ് അവരെ വല്ലാതെ ആക്ഷേപിക്കാൻ തയ്യാറായത്. അവർക്ക് തോന്നിയൊരു കാര്യം നിഷ്കളങ്കമായി അവർ പറയുന്നു എന്ന് ഒരു നിലയെടുക്കുക എന്നല്ലാതെ അതിൻ്റെ മേലെ വല്ലാതെ ഓടിക്കയറേണ്ട കാര്യമില്ലല്ലോ. അത്